കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയൊരു സ്റ്റോറി പോലെ ഞാൻ ഇട്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് വന്നത് ജർമ്മനിയിൽ വന്നത് എങ്ങനെയാണ്, ഓൾഡ് ഏജ് ഹോമിലാണ് വന്നത്, പിന്നെ ഹോസ്പിറ്റലിൽ കയറി, അങ്ങനത്തെ എനിക്കുണ്ടായ ചെറിയൊരു അനുഭവങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്തപ്പോൾ കുറേ മെസ്സേജസ് എനിക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ എനിക്ക് കുറേ ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് തരാം. ഇതിനകത്ത് കുറേ പേര് ചോദിച്ചേക്കുന്ന കാര്യം, ഞങ്ങളിപ്പോൾ B2 കഴിഞ്ഞു, B1 കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പോൾ ചേച്ചിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എനിക്ക് സത്യത്തിൽ അറിയാവുന്ന ഒരു ഏജൻസികളും ഇല്ല. പിന്നെ ഏജൻസിയൊക്കെ നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങളിത് ചെയ്യുക. കുറേ ഏജൻസിക്കാർ 5-10 ലക്ഷത്തിനൊക്കെ ഓഫർ ചെയ്യണവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്കി ഏതാണ് നല്ലത് എന്താണെന്നൊക്കെ നോക്കിയെടുക്കുക. എനിക്ക് പേഴ്സണലി അറിയണ ഏജൻസികളൊന്നും ഇല്ലതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വഴി എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ വന്നിക്കണവരാണെങ്കിൽ നമുക്കിപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോഴായാലും നമ്മൾ എന്ത് ജോലിയിലാണോ നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ കുറച്ച് ജർമ്മൻസായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യം നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ 1-2 വേർഡ്സ് എങ്കിലും പഠിക്കാൻ നോക്കുക. 5-10 വേർഡ്സ് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, 1-2 വേർഡ്സ് എങ്കിലും നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ നോക്കാം. ഇതൊക്കെയാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് വരാനായിട്ട് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ നമുക്കങ്ങനെ ഏജ് ലിമിറ്റ് പറയണില്ല. മാക്സിമം ഒരു 45 ഇയേഴ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നാട്ടിൽ നിന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഇപ്പോൾ എന്തോ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇത്ര ഏജ് പാടുള്ളൂ, അങ്ങനെ എന്തോ അത് നാട്ടിലെന്തോ റൂൾസോ കാര്യങ്ങളോ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ജർമ്മനിയിൽ നമുക്ക് അങ്ങനെ 26 ഇയേഴ്സ് വരെ പറ്റുള്ളൂ, 27 ഇയേഴ്സ് വരെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏജ് ലിമിറ്റേഷൻ വരുന്നില്ല. എബോവ് 45 ഒക്കെ ആയാലാണ് പിന്നെയും ഒരു ഇത് വരണമെന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ ഏജ് ലിമിറ്റേഷൻ കാര്യങ്ങൾ വന്നില്ല. ഇതാണ് മെയിനായിട്ട് ഏജൻസിയും ഏജ് ലിമിറ്റേഷനും ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ്. ഈ 3 കാര്യങ്ങൾ ചോദിച്ചാണ് മിക്കവരും എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നാട്ടിലെ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ.